മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണിനോ. ഫസ്റ്റ് സീരീസ് എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക് എടുത്ത സമയത്ത് കുറെ പേര് പറഞ്ഞൊരു കാര്യമാണ് എഞ്ചിനീയറിംഗ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് IPR എന്നുള്ള സബ്ജക്ട് അവർക്ക് ഭയങ്കര ടഫായിരുന്നു. അപ്പൊ നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മൾ ടെക്നിക്കൽ സബ്ജക്ട്സ് ആണ് പഠിക്കുന്നത്, അതിന്റെ ഒപ്പമാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഈ ഒരു സബ്ജക്ട് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ ഒരു തിയറി പഠിക്കുന്ന പോലെ ജസ്റ്റ് പഠിച്ചാൽ പോരാ. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിലും ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ആൻസർ ചെയ്യുന്നുണ്ട്. കേസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പലർക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ ആ രീതിയിൽ തന്നെ ആൻസർ എഴുതാൻ പഠിക്കണം. ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ അതിന് മുന്നേ ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ MBA സ്റ്റുഡൻസ് അല്ലെങ്കിൽ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് ആണ് ഇതിലൊക്കെ വരുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് ആദ്യം മനസ്സിലാക്കി പഠിച്ചാലേ ഇതുപോലെയുള്ള കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എഞ്ചിനീയറിംഗ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് IPRന്റെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അത് കാണാം. അങ്ങനെ നിങ്ങൾക്ക് എല്ലാ മോഡ്യൂൾസിന്റെയും വീഡിയോസ് നമ്മൾ നമ്മുടെ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതിന്റെ നോട്ട്സും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ആ രീതിയിൽ നമുക്ക് ഇപ്പൊ ഫസ്റ്റ് സീരീസ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാ ക്വസ്റ്റ്യൻസ് വരികയാണ്. അപ്പൊ ആ രീതിയിൽ തന്നെ അത് പഠിച്ച് മനസ്സിലാക്കിയാലേ നമുക്ക് ഇനിയിപ്പോ സെക്കൻഡ് സീരീസ് വരുന്നുണ്ട്, ദെൻ ഫൈനൽ എക്സാം വരുമ്പോൾ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ബാക്കിയുള്ള നമ്മുടെ സബ്ജക്റ്റിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് ഈ ഒരു പേപ്പർ മാത്രം ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ അത് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അതിനൊന്ന് പ്രിപ്പയർഡ് ആയിരിക്കാം. സോ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കോഴ്സ് ഫുൾ വീഡിയോസും നോട്ട്സും ഒക്കെ അതിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ എന്തായാലും ഇനി സെക്കൻഡ് സീരീസ് വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ ഈ ഒരു സബ്ജക്റ്റിന് പ്രിപ്പയർ ചെയ്യാം. താങ്ക് യു.